സുഹൃത്തുക്കളെ, ഞാൻ അബ്ദുൽ ഹമീദ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ്. തൃശൂർ ജില്ലയിലെ വ്യാപാരികൾ കോവിഡ്-19 നിയന്ത്രണങ്ങളിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന് നാം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിനായി നാം വലിയൊരു സമരം നടത്താൻ ഒരുങ്ങുകയാണ്. നവംബർ 3-ാം തീയതി ജില്ലയിലെ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് പണിമുടക്കാൻ നാം തയ്യാറായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം ഇത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്? അധികാരികൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞ കാര്യമാണ്. അധികാരികൾ നമ്മെ ശ്രദ്ധിക്കുന്നില്ല. കടകൾ അടച്ചിടാൻ പറയുമ്പോൾ ഈ കട അടക്കുന്നവന്റെ പ്രയാസങ്ങളെ കുറിച്ച് ഒരിക്കലും അടക്കാൻ പറയുന്നവൻ ചിന്തിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രയാസമാണ്. കടകൾ അടച്ചിടുമ്പോൾ ആ കടകൾക്ക് വാടക നൽകേണ്ടതുണ്ട്. അത് ആര് നൽകും എന്നുള്ളതിനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല. എന്തിന്? സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഒരു മുനിസിപ്പാലിറ്റിയിൽ, ഒരു പഞ്ചായത്തിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ കണ്ടെയ്ൻമെന്റ് സോണിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വരുമ്പോൾ ആ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ മാതൃക കാണിക്കേണ്ടതല്ലേ? എങ്കിൽ ആ 15 ദിവസത്തേക്ക് ഞങ്ങൾക്ക് വാടക നൽകേണ്ടതില്ല. ഇത് പറയാൻ ഏതെങ്കിലും പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ തയ്യാറുണ്ടോ? മറിച്ച് അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കണം, ഞങ്ങളുടെ ഫീസുകളൊക്കെ കൃത്യമായി തരണം, DNO ലൈസൻസ് കൃത്യമായി പുതുക്കണം, തൊഴിൽ നികുതി കുറച്ച് വർദ്ധിപ്പിച്ച് നൽകണം. പഞ്ചായത്തിൽ കാശില്ല. ഇവിടെയാണ് നാം പ്രക്ഷോഭത്തിലേക്ക് വരുന്നത്. ഞങ്ങൾക്കും ജീവിക്കണം. വ്യാപാരികൾക്ക് അന്തസ്സോടുകൂടി ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. ഞങ്ങളോടൊപ്പം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം: വ്യാപാരികൾക്കും വോട്ടുണ്ട്. വ്യാപാരികൾക്കും വോട്ടുണ്ട് എന്നുള്ളത് അധികാരികൾ മനസ്സിലാക്കണം എന്നാണ് വളരെ താഴ്മയോടുകൂടി എനിക്ക് പറയാനുള്ളത്. ഞങ്ങളും ഇവിടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നവരെ കൃത്യമായി വോട്ടിങ്ങിലൂടെ മാറ്റി നിർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അനുഭവം വിളിച്ചോതുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കുമ്പോൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കുക. വ്യാപാരികൾക്ക് അടച്ചിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ അടച്ചിടുന്ന കാലഘട്ടത്തിലെ ലൈസൻസ് ഫീസുകളും വാടകയും മാതൃകാപരമായി സർക്കാർ ഒഴിവാക്കി കൊടുക്കുക. സർക്കാർ അതിൽ മാതൃക കാണിച്ചാൽ സ്വകാര്യ കെട്ടിട ഉടമകളും അതിന്റെ പുറകിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതൃകാപരമായി വ്യാപാരികളെ സഹായിക്കാൻ സർക്കാർ സന്നദ്ധമാകണം. ഉദ്യോഗസ്ഥർ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ജനതയുടെ ബുദ്ധിമുട്ടുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തണം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഒരു വേള ഈ പ്രഖ്യാപനങ്ങളെ ജനങ്ങൾ പാടെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായേക്കാം എന്നുള്ളതും സംഭവിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരികൾ വലിയ പ്രയാസത്തിലാണ്, വലിയ ആത്മസംഘർഷത്തിലാണ്. ഞങ്ങളുടെ ലോണുകൾ മുടങ്ങിക്കിടക്കുന്നു. കെട്ടിട ഉടമകൾക്ക് വാടക കൊടുക്കാൻ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്കും ജീവിക്കണം. ഇതാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ കൊറോണയെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് വ്യാപാർ.